സ്വർഗമെന്ന് പറഞ്ഞ് നമ്മെ മതം പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ്, ദൈവം ഒരു കൊട്ടാരമുണ്ടാക്കി, ആ കൊട്ടാരത്തിനകത്ത് ഒരു സിംഹാസനമിട്ട്, ആ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു, ചുറ്റും കോടാനുകോടി ദൂതഗണങ്ങൾ നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ അവരെല്ലാം കണ്ണടച്ച് മുഖം പൊത്തി നിൽക്കുന്നു. അവരെല്ലാവരും ദൈവത്തെ ഹോളി 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ മനസ്സിനകത്തിരിക്കുന്നത് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു വലിയൊരു കൊട്ടാരം, അവിടെ ആഡംബര ജീവിതം, സ്വർണവും വെള്ളിയും പളുങ്കും വജ്രമൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു മനോഹരമായ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ സുഖലോലുപനായി രാജാതിരാജനായി ദൈവം അങ്ങനെ സിംഹാസനത്തിലിരിക്കുന്നു. ഇങ്ങനൊരു കാര്യമില്ല. അതൊക്കെ മതം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പറ്റിക്കാനായിട്ടുണ്ടാക്കിയ കള്ളക്കഥകളാണ്. അല്ലെങ്കിൽ നമ്മളെ പ്രലോഭിപ്പിക്കാൻ, മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ പോകാൻ പറ്റുമെന്നുള്ളൊരു പ്രലോഭനം തന്ന് മതത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. ഒരിക്കലും ആത്മാവാൻ ദൈവത്തിന് അത്തരത്തിലുള്ള ഒരു കൊട്ടാരമോ ഒരു സിംഹാസനമോ അങ്ങനെ ഒരു ഉദ്യാനമോ അങ്ങനെ ഒരു ആശ്ചര്യമായിട്ടുള്ളൊരു സാമ്രാജ്യമോ ഇല്ല. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മതം പറയുന്ന തരത്തിൽ ഒരു പള്ളി വെച്ച് വെഞ്ചരിക്കുമ്പോൾ അതിനകത്ത് ദൈവം വന്ന് വസിക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ അൾത്താരയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, അങ്ങനെയൊന്നുമില്ല. അവിടെ പുരോഹിതന് മാത്രമേ നിൽക്കാവൂ, അവിടുത്തെ പുൽപ്പുറ്റിനകത്ത് പുരോഹിതന് മാത്രമേ നിന്ന് ശുശ്രൂഷ ചെയ്യാവൂ. അങ്ങനെ ഒന്നൊരു കാര്യമില്ല. കാരണം പള്ളി മനുഷ്യനുണ്ടാക്കിയതാണ്, അൾത്താര മനുഷ്യനുണ്ടാക്കിയതാണ്, പുൽപ്പറ്റ് മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യനുണ്ടാക്കിയ കാര്യത്തിനകത്ത് ദൈവം വസിക്കത്തില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടെ ബൈബിൾ തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ പള്ളിക്കകത്ത് എന്താണ് ദൈവസാന്നിധ്യം? നിങ്ങൾ വീട്ടിലെ ടോയ്ലറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അതേ കാര്യം തന്നെയാണ് പള്ളിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുക. നിങ്ങളുടെ വീട്ടിനകത്തുള്ള ടോയ്ലറ്റിനും ഒരു പള്ളിക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച അതേ കാര്യം നിങ്ങൾക്ക് വീട്ടിലെ ടോയ്ലറ്റിൽ നിന്നും പ്രാർത്ഥിക്കാം. അപ്പോൾ പള്ളിയിൽ പോകണം നിർബന്ധമില്ല, ടോയ്ലറ്റിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. അതാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.